നമസ്കാരം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് കുറച്ച് കാലമായി നമ്മുടെ സാമ്പത്തിക വിദഗ്ധരടക്കം ഉള്ള ആളുകൾ പല രീതിയിൽ അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തെ കണക്കുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ വളർച്ചയുടെ കാര്യത്തിലുള്ള ഒരു അനുമാന കണക്ക് ഇപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ നടപ്പ് സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ 6.4% വളർച്ച മാത്രമാണ് കൈവരിക്കൂ എന്നാണ്. അപ്പോൾ അത് നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന കണക്ക് എങ്ങനെയായിരുന്നു? 7% മുതൽ 7.2% വരെ വളർച്ച ഉണ്ടാകും എന്ന് നേരത്തെ കണക്കൂട്ടിയിരുന്നു. ആ അനുമാനത്തെയാണിപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് 6.4% മാത്രമേ വളർച്ചയുണ്ടാകൂ എന്ന് പുതിയ കണക്കുകളിലൂടെ പുറത്തുവിടുന്നത്. പക്ഷേ ഈ കണക്കിനോട് ലോകത്തെ പ്രമുഖമായിട്ടുള്ള വിവിധ റേറ്റിംഗ് ഏജൻസികളും അതുപോലെ തന്നെ സാമ്പത്തിക വിശകലന സ്ഥാപനങ്ങളൊന്നും യോജിക്കുന്നില്ല. അവർ പറയുന്നത് ഈ 6.4% വളർച്ച പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാവുകയില്ല. ആ വളർച്ച ഒരു 6% അടുത്ത് മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വളർച്ച കണക്കുകൾ തന്നെയാണ് ഇന്ത്യൻ സമ്പദ്ഘടന ഒരു സാമ്പത്തിക മാന്ദ്യത്തിലാണ് എന്ന് വെളിവാക്കുന്നതിനുള്ള വ്യക്തമായ തെളിവെന്ന് പറയുന്നത്. അതായത് നമുക്ക് കഴിഞ്ഞ ഒരു 3 വർഷക്കാലത്തെ കണക്കുകളൊന്ന് പരിശോധിക്കാം. കോവിഡ് സമയത്ത്, അതായത് 2020-21 സാമ്പത്തിക വർഷത്തിൽ വളർച്ച -5.8% അത് പിന്നെ കോവിഡിൻ്റെ ഘട്ടമായിരുന്നു. തീർച്ചയായിട്ടും വലിയ തോതിൽ ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഉൽപ്പാദന സേവന മേഖലകളൊന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് മൈനസ് വളർച്ചയിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പോവുകയുണ്ടായി. ഇത് തൊട്ടടുത്ത വർഷത്തിൽ, അതായത് 2021-22 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ വളർച്ച 9.7% അതിൻ്റെ അടുത്ത വർഷത്തിൽ 2022-23 സാമ്പത്തിക വർഷം എടുക്കുമ്പോൾ അത് 7% താഴ്ന്നു. ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുക്കുക, അതായത് 2023-24 സാമ്പത്തിക വർഷം, അതിൽ വളർച്ച 8.2% അവിടെ ഒരു പ്രത്യേകത കൂടി കാണേണ്ടതുണ്ട്. 2023-24 സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വർഷം കൂടിയായിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ GDP 2022-23 7%-ൽ നിന്നും 8.2% ഉയർന്നു എന്നുള്ളതൊരു പ്രത്യേകതയുണ്ട്. അതൊരു അത്ഭുതം തന്നെയാണ്. എന്തായാലും ഈ 3 വർഷങ്ങൾ എടുക്കുമ്പോൾ ഒരു താരതമ്യേന മെച്ചപ്പെട്ട വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കാഴ്ചവെച്ചിരുന്നു. അവിടെ നിന്നാണത് പടിപടിയായി കുറയുന്നൊരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഇപ്പോൾ 6.4% വളർച്ച നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന അനുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ 2021-22 അതായത് കോവിഡ് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷത്തിൽ വളർച്ച 9.7% പോവുകയുണ്ടായി. അപ്പോൾ ആ വളർച്ചയെ വലിയ തോതിൽ ഇവിടെ വലിയ അഭിമാനത്തോടുകൂടി, വലിയ ഒരു അഹങ്കാരത്തോടു കൂടിയൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു, വലിയ വളർച്ച ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു, അത് ലോകത്തെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ച വളർച്ചയാണ് ആയിരുന്നു. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ വളർച്ച തുടർച്ചയായി നിലനിൽക്കുന്നില്ല. മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ആ വളർച്ച കൂടുതൽ മെച്ചപ്പെട്ട് വരുന്ന സ്ഥിതിവിശേഷത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമാന സമ്പദ് വ്യവസ്ഥകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ് പോലെയുള്ള രാജ്യങ്ങൾ എടുക്കുമ്പോൾ അവയുടെ വളർച്ച ഈ കോവിഡിന് ശേഷം ക്രമാനുഗതമായി ഉയരുകയാണ്. പക്ഷെ നമ്മുടെ ഈ 9.7% വളർച്ചയ്ക്ക് ശേഷം ക്രമാനുഗതമായി അത് താഴോട്ട് വരികയും ചെയ്യുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അപ്പോൾ അവിടെ കാണുന്നൊരു ഈ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ആ രാജ്യങ്ങൾ ശതകോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ തങ്ങളുടെ മൊത്തം GDPയുടെ 15 മുതൽ 20% വരെ ഈ കോവിഡ് ഉത്തേജക പാക്കേജുകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയുണ്ടായി. ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുന്നതിന് വേണ്ടി, അവരുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി
നേരിട്ട് തന്നെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്ന രീതി വരെ ആ രാജ്യങ്ങൾ അനുവർത്തിക്കുകയുണ്ടായി. ഒരു ഉദാഹരണം ശക്തമായി കണ്ടത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലാണ്. അമേരിക്കയിൽ എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഏതാനും മാസങ്ങൾ $1000 വീതം, അതായത് നമ്മുടെ ഏതാണ്ട് 85,000 രൂപ ഏതാനും മാസം ഗവൺമെൻറ് എല്ലാ പൗരന്മാരുടെയും അക്കൗണ്ടുകളിൽ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ രാജ്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന്, ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നതിന്, അവരുടെ വരുമാനം താഴാതെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടായി. അതുകൊണ്ടാണ്, അതിൻ്റെ ഫലമായിട്ടാണ് തുടർന്നുള്ള വർഷങ്ങളിൽ അതിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഈ വലിയ മുന്നേറ്റത്തിലേക്ക് ആ രാജ്യങ്ങൾക്ക് പോകാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? ഉത്തേജക പാക്കേജുകൾക്ക് വേണ്ടി കേവലം GDPയുടെ 2% പോലും ചെലവഴിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴും ചെലവുകൾ ഉയർത്തുന്നില്ല. ഒരു ഉത്തേജക പാക്കേജും നേരിട്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ഉത്തേജക പാക്കേജും ഉണ്ടായില്ല. ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ല. അവർക്ക് പണം ലഭിക്കുന്നതിനുള്ള, അവരുടെ ഉള്ള വരുമാനം താഴാതെ നിലനിർത്തുന്നതിനുള്ള ഒരു സമീപനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അപ്പോൾ ആ ഉത്തേജക പാക്കേജുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നൊരു സമീപനം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ 2-3 വർഷങ്ങളിൽ താഴോട്ട് പോകുന്നതും ഇപ്പോൾ വളർച്ചാ അനുമാനം താഴ്ത്തി നിശ്ചയിച്ചിരിക്കുന്നതും. അപ്പോൾ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഉയർന്ന വളർച്ചാ നിരക്ക് വലിയൊരു നേട്ടമാണ്, ഇന്ത്യൻ ഇക്കോണമിയുടെ മികവാണ് കാണിക്കുന്നത് എന്നെല്ലാമാണെന്ന് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കോവിഡിന് ശേഷം ഉണ്ടായ മുന്നേറ്റത്തിൻ്റെ കാരണം ഒരു റബ്ബർ പന്ത് നമ്മൾ ശക്തിയായി താഴോട്ടടിക്കുമ്പോൾ എപ്രകാരമാണോ അതിൻ്റെ റീബൗണ്ട് അതേ ലെവലിലേക്ക് വരുന്നത്, അതാണ് ഈ കോവിഡിന് ശേഷം ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു V ആകൃതിയിലുള്ള വളർച്ച. അതിൻ്റെ കാരണം ഏതാണ്ട് 2 വർഷത്തോളം കെട്ടിപ്പൂട്ടപ്പെട്ട അവസ്ഥയിൽ എല്ലാവരും വീട്ടിൽ അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു. ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, ടൂറ് പോകാൻ കഴിഞ്ഞിരുന്നില്ല, ഒരു കല്യാണം അടക്കമുള്ള ആഘോഷങ്ങളൊന്നും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ പോലെയുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു തരത്തിലുള്ള ഒരു ഒത്തുചേരലിനും കഴിയാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ലോക്ക്ഡൗൺ റിലാക്സ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ആളുകൾ ചെലവഴിക്കുന്നൊരു രീതിയിലേക്ക് പോയി. ആളുകൾ കൂടുതൽ ടൂറ് പോകാൻ തുടങ്ങി, ഉത്സവങ്ങളും പെരുന്നാളും ആഘോഷമായി നടത്താൻ തുടങ്ങി, കല്യാണം അടക്കമുള്ള കുടുംബപരമായ ചടങ്ങുകളൊക്കെ വലിയ തോതിൽ പണം ചെലവഴിച്ച് നടക്കുന്ന സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ടായി. അതൊരു റീബൗണ്ടാണ്. ഒരു റബ്ബർ പന്ത് അടിച്ചാൽ പൊങ്ങി വരുന്ന പോലുള്ള റീബൗണ്ടാണ്. ആ റീബൗണ്ടിനെയാണ് വലിയ വളർച്ചയാണ്, ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു അബദ്ധമായി മാറിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വളരുന്നു എന്ന് അനുമാനിച്ചിരുന്ന ആളുകൾക്ക് തെറ്റുപറ്റുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പല സാമ്പത്തിക വിദഗ്ധരും ഇടതുപക്ഷ ചിന്തകരുമൊക്കെ ഇത് പറഞ്ഞിരുന്നു. ഇങ്ങനെയല്ല, അടുത്ത വർഷങ്ങളിൽ ഇന്ത്യ വലിയ ഒരു തകർച്ചയിലേക്ക് പോകും, ഒരു മാന്ദ്യത്തിലേക്ക് പോകും എന്ന് പറഞ്ഞവേ അങ്ങനെയൊന്നുമല്ല, ഇന്ത്യ വലിയ വളർച്ചയിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. ഇന്ത്യൻ സമ്പദ്ഘടന മെല്ലെ മെല്ലെ താഴോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. മാന്ദ്യം ശക്തമായ രീതിയിൽ വരുന്നു. ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ജീവിത നിലവാരം താഴോട്ട് പോയിരിക്കുന്നു എന്നുള്ള സ്ഥിതിയൊക്കെ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വളർച്ചാ നിരക്ക് കുറഞ്ഞു വരുന്നത് അപകടകരമായൊരു പ്രവണതയാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമാന സ്വഭാവമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വളർച്ച താഴോട്ട് പോകുന്നു എന്ന് പറയുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി വേറെ ചില തെളിവുകൾ കൂടി ഇതിനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വിവിധ വിപണികളിൽ നിന്നുള്ള കണക്കുകളൊന്ന് പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ഡിസംബർ മാസത്തിൽ കാറ് വിൽപ്പന 2% കുറഞ്ഞിരിക്കുകയാണ്. ഇത് നവംബറിൽ 14% ഇടിവ്. അപ്പോൾ ഒരു ഡിസംബർ മാസത്തിൽ പൊതുവേ ന്യൂ ഇയറിനോടനുബന്ധിച്ചൊക്കെ ഓഫറുകളും മറ്റും വരുന്ന സമയത്ത് വിൽപ്പന കൂടുന്നൊരു പ്രവണത കാണാറുണ്ട്. അതുകൊണ്ട് ഈ ഡിസംബർ മാസത്തിൽ വിൽപ്പന നന്നായി ഉയരും എന്നാണ് കമ്പനികൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതുണ്ടായില്ല. 2% വിൽപ്പന അപ്പോഴും കുറഞ്ഞിരിക്കണം. അപ്പോൾ തുടർച്ചയായ 2 മാസങ്ങളിൽ കാറ് വിൽപ്പന ഇടിഞ്ഞിരിക്കുന്നു. ഇനി ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നും നമ്മൾ പറയുന്ന സോപ്പ്, ജീപ്പ്, കണ്ണാടി അടക്കം
അതുള്ള പോലുള്ള നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കമ്പനികളുടെ വിൽപ്പന വലിയ തോതിൽ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ അത് തുടർച്ചയായി പല മാസങ്ങളായി അവർക്ക് വരുമാനത്തിൽ തട്ടുണ്ടായിരിക്കുന്നു, തട്ടുകേട് വന്നിരിക്കുന്നു എന്നുള്ള അടക്ക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ FMCG സെക്ടറിന് ആ ഒരു ഇടിവ് കാണുന്നു. ഇനിയിപ്പം മൊബൈൽ ഫോൺ വിൽപ്പനയുടെ കണക്കുകൾ വന്നിട്ടുണ്ട്. ഒക്ടോബർ ഡിസംബർ കാലയളവിൽ കണ്ടത് മൊബൈൽ ഫോൺ വിൽപ്പന ഇന്ത്യയിൽ 14% കുറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഈ മൊബൈൽ ഫോൺ ഉൽപ്പാദനശേഷിയുടെ 50% മാത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് സാമ്പത്തിക മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖല ഇപ്പോഴും വളരെ മാന്ദ്യത്തിൽ നിൽക്കുന്നു. മാനുഫാക്ചറിങ് സെക്ടറിലെ കണക്കുകൾ നോക്കുമ്പോൾ അതും മാന്ദ്യത്തിലാണ്. ഇങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ, നിരവധിയായ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സാമ്പത്തിക മേഖലയിലെ വിവിധ ഭാഗങ്ങൾ താഴോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ വിൽപ്പന എന്തുകൊണ്ട് കുറയുന്നു? തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യിൽ പണമില്ല, വാങ്ങാൻ കഴിയുന്നില്ല. പല വ്യാപാര സ്ഥാപനങ്ങളും വ്യാപാരികളും ഒക്കെ ആവലാതിപ്പെടുന്നൊരു കാര്യമാണ്, വിൽപ്പന കാര്യമായി ഉയരുന്നില്ല. ചില ഫെസ്റ്റിവൽ സമയത്തൊക്കെ കുറച്ച് ഒരു അനക്കം കാണുന്നുണ്ടെങ്കിൽ അല്ലാത്ത സമയത്ത് പല വ്യാപാരികളും വെറുതെ ഇരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. ഹോട്ടൽ ബിസിനസ് അടക്കമുള്ള എല്ലാ മേഖലകളെയും ഇത് ബാധിച്ചു വരികയാണ്. അതുപോലെ തൊഴിൽ മേഖലയിലാണെങ്കിൽ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്, വരുമാനം ഇല്ലാതാകുന്ന സ്ഥിതിയുണ്ട്. തൊഴിലില്ലായ്മ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 40-50 വർഷത്തെ കണക്കെടുക്കുമ്പോൾ അതിരൂക്ഷമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യങ്ങൾ അത്ര ശോഭനമല്ല എന്നാണ്. ഒരു മാന്ദ്യത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രവേശിക്കുകയാണ്. വിലക്കയറ്റം കൂടി നിൽക്കുന്നത് കൊണ്ട്, പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് പലിശ നിരക്കുകൾ താഴ്ത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, യൂണിയൻ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ പ്രതിഫലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുൻ വർഷങ്ങളിലെ ബഡ്ജറ്റിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ആശ്വാസകരമായ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തവണത്തെ പുതിയ ബഡ്ജറ്റിൽ ഫെബ്രുവരി 1 അവതരിപ്പിക്കുമ്പോൾ ഇത്തരം പ്രവണതകളെ, ഈ മാന്ദ്യത്തെയും ഈ പ്രതികൂലമായ സാമ്പത്തിക സാഹചര്യത്തെയും വളർച്ചയിലെ മുരടിപ്പിനെയും വിൽപ്പനയിലെ തളർച്ചയെയും വ്യാപാര മേഖലയിലെ ഇടിവിനെയും ഒക്കെ തരണം ചെയ്യുന്നതിന് എങ്ങനെയാണ് ഈ തരം പ്രശ്നങ്ങളെ നിർമ്മല സീതാരാമൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നതെല്ലാം വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. അത് നമുക്ക് ഫെബ്രുവരി 1 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.